നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ജർമ്മനി ഗോൾ മഴയാണ് പെയ്യിച്ചിരിക്കുന്നത്. ആ നവാഗതരായിട്ടുള്ള കുറസാവോയെ അവർ 7-1 മുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ 7-up കുടിപ്പിച്ചു. ജർമ്മനിക്ക് വേണ്ടി കൈ ഹവേർട്സ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ എൻമേച്ച, ഷോൾട്ടർബക്ക്, മുസിയാല, ബ്രൗണ്, യുണ്ടാവ് എന്നിവരൊക്കെ ഗോളുകൾ കണ്ടെത്തി. മറുഭാഗത്ത് കമനൻസിയാണ് കുറസാവോയുടെ ആശ്വാസ ഗോൾ നേടിയത്. കളിയിൽ ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൈ ഹവേർട്സും ഫ്ലോറിൻ വേർട്സും ജമാൽ മുസിയാലയും ലിറോയ് സനയും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ലൊക്കാഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കുറസാവോ കളിക്കാൻ ഇറങ്ങിയത്. തുടക്കത്തിൽ കുറസാവോ ജർമ്മനി ഒട്ടും ഭയമില്ലാത്ത തരത്തിൽ കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ 5 മിനിറ്റ് മാത്രമേ അതിനുള്ള ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 6ാമത്തെ മിനിറ്റിൽ എൻമാച്ച് ഒരു കിഡിലൻ ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ ജർമ്മനിക്ക് ലീഡായി. എന്നാൽ 21ാമത്തെ മിനിറ്റിൽ കമനൻസിയ മനോഹരമായ ഗോളിലൂടെ അതും മടക്കിയപ്പോൾ തീർച്ചയായിട്ടും കുറസാവോ ഒരു പോരാട്ടത്തിന് തയ്യാറാണ് എന്ന തോന്നലുണ്ടാക്കി. പക്ഷേ പിന്നാലെ ജർമ്മനിയുടെ ഗോൾ വർഷം അങ്ങ് തുടങ്ങി. ഷോൾട്ടർബക്ക് 38ാമത്തെ മിനിറ്റിൽ അവരുടെ 2ാമത്തെ ഗോൾ നേടുകയും കൈ ഹവേർട്സ് ആദ്യ പകുതിയുടെ അവസാനത്തിൽ പെനാൽറ്റിയിലൂടെ 3ാമത്തെ ഗോളും നേടിയപ്പോൾ 3-1 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ജർമ്മനി കളിക്കളം വിട്ടത്. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജമാൽ മുസിയാല വീണ്ടും ഗോൾ അടിച്ചു. 47ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ വന്നത്. 68ാമത്തെ മിനിറ്റിൽ ബ്രൗണിൻ്റെ ഗോൾ വന്നു. 78ാമത്തെ മിനിറ്റിൽ യുണ്ടാവ് ഗോൾ അടിച്ചു. ഒടുവിൽ 88ാമത്തെ മിനിറ്റിൽ കൈ ഹവേർട്സ് തൻ്റെ ബ്രേസ് കൂടി പൂർത്തിയാക്കിയപ്പോൾ ഇതിനെതിരെ 7 ഗോളുകളുടെ ഗംഭീര വിജയമാണ് ജർമ്മനി സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി വലിയ ആധിപത്യം പുലർത്തും എന്നുള്ള സൂചനയാണ് ഈ കളി നൽകിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.